ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിക്കുട്ടി മാമച്ചനും ഗ്രേസമ്മയ്ക്കും കൂടിയിട്ട് കാപ്പിയൊക്കെ കൊണ്ടു കൊടുക്കാൻ കേട്ടോ. അപ്പം മാമച്ചൻ ഇങ്ങനെ കളിയാക്കിയിട്ട് രേവതിക്കുട്ടിനെ ഒരു കുറ്റപ്പേരൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെതാ പേരെന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയുന്ന ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കുറേ പേരുകളൊക്കെ വിളിക്കുന്നുണ്ട്. ആ കിളിയുടെ ഈ കിളിയുടെ പേരൊക്കെ വിളിക്കുന്നുണ്ട്. വരട്ടെ, ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോകാൻ പോകുമ്പോഴത്തേക്കും രേവതിക്കുട്ടിനെ ഗ്രേസം വിളിക്കണം. രേവതിക്കുട്ടി, അതെ ഇന്നലെ രാത്രി മനു വിളിച്ചിട്ടുണ്ടായിരുന്നു. മനുവേട്ടനോ എന്ന് ചോദിക്കണം. അതെ അതെ, ആൻറ്റിയുടെ ഫോണിലേക്കോ? എൻ്റെ നമ്പറാണല്ലോ നീ കൊടുത്തിരിക്കുന്നത്. അത് ശരിയാ, ഞാൻ ഇതുവരെ എൻ്റെ നമ്പർ കൊടുത്തിട്ടില്ല. നമ്പർ ആൻറ്റിയുടെ നമ്പറാണ്. അപ്പോൾ ഇന്നലെ എന്താ വിളിച്ചതെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി വിളിച്ചിട്ട് അലീന ഇങ്ങോട്ടെങ്ങാനും വന്നിരുന്നോ എന്ന് ചോദിച്ചു എന്ന് പറയാം കേട്ടോ. അലീന ചേച്ചിയോ എന്ന് ചോദിക്കാൻ കേട്ടോ. അതെന്താ അങ്ങനെ ചോദിച്ചത്? അതെന്താണെന്നറിയില്ല, ഇങ്ങോട്ട് വന്നിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ആൻറ്റി എന്ത് പറഞ്ഞു? ആൻറ്റി പറഞ്ഞില്ലേ വന്നില്ല എന്ന്? പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല? ഞാൻ എന്താ പൊട്ടിയോ? എൻ്റെ അത്രയ്ക്ക് പൊട്ടിയല്ല, എന്നാലും ചോദിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാന്ന് പറയട്ടോ. ഞാൻ ചോദിച്ചു അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. അതൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മുത്തശ്ശിയുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണേ. ആദ്യം ഹലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് റിപ്ലൈ ഒന്നും ഇല്ലാണ്ടാവുമ്പോൾ എന്താ ഒന്നും സംസാരിക്കാത്തത്, ഒന്നും പറയുന്നില്ലല്ലോ. വീണ്ടും കോൾ ചെയ്യാൻ കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി ഫോൺ എടുക്കും. ഞാൻ ഹലോ എന്ന് പറയുന്നുണ്ട് മോള് കേൾക്കുന്നില്ല എന്നൊക്കെ ചോദിക്കട്ടോ. ആരാന്ന് ചോദിക്കട്ടോ. ഞാനേ രേവതിക്കുട്ടിയാ, എറണാകുളത്ത് നിൽക്കുന്നില്ലേ എന്ന് ചോദിക്കട്ടോ. അലീന ചേച്ചി ഇല്ലേ ചോദിക്കട്ടോ അവിടെ. അലീനയോ? അപ്പോൾ അലീന അങ്ങോട്ട് വന്നില്ലേ? ഇങ്ങോട്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. അതെ, അലീന ഇന്നലെ പോയല്ലോ. ഇന്നലെ പോയതാ? എന്താ മുത്തശ്ശി പറയുന്നത്? അലീന ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ അവൾ എവിടെ പോയി? ഇവിടെ നിന്ന് ഇന്നലെ പോയതാ. ഇന്നലെയോ? ഇന്നലെ നിങ്ങൾ പറഞ്ഞയച്ചോ? അവൾ ഇവിടെ നിന്ന് ജോലിയിൽ നിന്ന് പിരിച്ചു കിട്ടോ? നിങ്ങളെല്ലാവരും കൂടെ അതിനെ അടിച്ചിറക്കി വിട്ടതാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്ക് ആകെ എന്ത് പറയണമെന്ന് അറിയാത്ത ഒരവസ്ഥയായിട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവൾ ഇന്നലെ പോയി എന്ന് പറയും. മുത്തശ്ശി എന്തൊക്കെയാണ് പറയുന്നത്? അലീന ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്നാൽ പിന്നെ അവൾ കഴക്കൂട്ടത്തേക്ക് പോയിട്ടുണ്ടാവും പറയട്ടെ. കഴക്കൂട്ടത്തൊന്നും ആരുമില്ല. അവിടേക്കൊന്നും അലീന ചേച്ചി പോകൂല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയും അതൊന്നും എനിക്കറിയില്ല, അവൾ ഇന്നലെ പോയി, അത്രേ എനിക്കറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോണങ്ങ് കട്ട് ചെയ്യുകയാണേ പെട്ടെന്ന്. ഹലോ എന്ന് പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശി വേഗം ഫോൺ കട്ട് ചെയ്തു. അലീന ചേച്ചി അവിടെ ഇല്ല, അലീന ചേച്ചി ഇന്നലെ പോയതാണെന്ന് പറയുന്നുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഗ്രേസമ്മയ്ക്കൊക്കെ ആകെ വിഷമാവട്ടെ. എന്നാലും എവിടേക്കായിരിക്കും അലീന ചേച്ചി പോയിട്ടുണ്ടാവുക? അവരെല്ലാം കൂടി ഇറക്കി വിട്ടതാണെന്ന് തോന്നുന്നു. ഞാൻ മനുവേട്ടനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മരെ ഫോൺ വിളിച്ചിട്ട് മനുവിനെ വിളിക്കുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണ് മനുവേട്ടൻ. ഇനി നമ്മൾ എന്ത് ചെയ്യും? അലീന ചേച്ചി എവിടെയായിരിക്കും? അങ്ങനെ ആലോചിച്ചിട്ട് രേവതിക്കുട്ടി ആകെ തല കഴിച്ച് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പം മാമച്ചൻ പറയും നീ വിഷമിക്കല്ലേ, നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് രേവതിക്കുട്ടീനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും ഫോൺ ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷേ സ്വിച്ച് ഓഫ് തന്നെയാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രനാണ് കേട്ടോ. ബാലേന്ദ്രൻ്റെ ഫോണിലേക്ക് മനു വിളിക്കുകയാണ്. മനു സ്ഥലം മനസ്സിലാവാണ്ട് വിളിക്കണമെങ്കിൽ ഞാൻ വഴി തെറ്റിപ്പോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ നീ ഇപ്പോൾ എവിടെ എത്തി? ഞാൻ കൂത്താട്ടുകുളത്ത് എത്തി ഞങ്ങളെ. അവിടെ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ, അത്ര വലിയ പ്രശ്നമുള്ള വഴിയൊന്നുമല്ല എന്ന് പറയുകയാണെ. ഞാൻ നിനക്ക് വഴി സെൻഡ് ചെയ്ത് തരാമെന്ന് പറയും. അപ്പോഴേക്കും അലീനയും കൃഷ്ണമോളും വരികയാണ് കേട്ടോ. കൃഷ്ണമോൾ അലീനയുടെ ചുരിദാറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വഴി ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീന വരുമ്പോൾ കൃഷ്ണമോൾ പറയണം, അച്ഛാ അലീന ചേച്ചിക്ക് ഒരു ചെരുപ്പ് വേണം. ചെരുപ്പോ? അതെന്താ? അലീനയുടെ ചെരുപ്പ് എവിടെ? അലീന ചേച്ചിന് ഇന്നലെ ഇറക്കി വിട്ടപ്പോൾ ചെരുപ്പൊന്നും എടുത്തിട്ടില്ലല്ലോ. ഓഹോ, അപ്പോൾ ഇന്നലെ തുടങ്ങിയിട്ട് കുഞ്ഞുവാവ ചെരുപ്പില്ലാണ്ടാണോ നടക്കുന്നത് എന്ന് ബാലേന്ദ്രൻ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തല കാട്ടും. ഒരു മിനിറ്റ്, എടാ മനു, നീ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറിയിട്ടേ ഒരു 6 ഇഞ്ചിൻ്റെ അലീന പറയൂ കേട്ടോ. 6 ഇഞ്ചിൻ്റെ ഒരു ലേഡീസ് സ്റ്റെപ്പർ മേടിച്ചിട്ട് വായി കേട്ടോ എന്ന് പറയും. അപ്പോൾ കൃഷ്ണമോള് പറയും 6 ഇഞ്ചിൻ്റെ ഒരു ലേഡീസ് സ്റ്റെപ്പർ പോരാട്ടാ, 2 വേണേ. അലീന ചേച്ചിക്ക് 2 കാലുണ്ട്. എടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ കൈ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയും അതെ നീ ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ടോ, അലീനയ്ക്ക് ചെരുപ്പില്ല എന്നാണ് പറയുന്നതെന്ന് പറയും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഫോൺ കട്ട് ചെയ്യുകയാണേ. അപ്പം നീ ഇത് ഏത് ചുരിദാർ ഇട്ടിരിക്കുന്നത് എന്ന് ചോദിക്കും കേട്ടോ. ഇതാ ലീന ചേച്ചിരിയാ. നിനക്ക് പാകമായോ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നീ അവളെ നിരക്കാൻ നിൽക്കുകയാണ്. നാണമില്ലല്ലോ നിനക്ക് ഇരന്ന് മേടിക്കാൻ? ഇന്നലെ വരെ നാണം ഉണ്ടായിരുന്നില്ല, ഇന്നിപ്പോൾ നാണമൊക്കെ, ഇന്നലെ വരെ നാണമൊക്കെ ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ നാണമൊന്നും ഇല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ ഒന്ന് നോക്കൂട്ടോ ഇടം കണ്ടിട്ടിട്ട്. അപ്പോൾ
അലീന പറയും ഇന്നലെ എന്നോട് മിണ്ടിയൊന്നും ഇല്ല, പക്ഷെ ഇന്ന് ഞാൻ നോക്കുമ്പോണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു, അത് തണുത്തിട്ട് കെട്ടിപ്പിടിച്ചതാ എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ബാലേന്ദ്രൻ പോകട്ടോ, വാ ചേച്ചി നമുക്ക് ഇവിടെ ഒക്കെ നടക്കാം. അയ്യോ എൻ്റെ ചെരുപ്പില്ല. ഓ ആണോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈലിൽ കൂടെ തന്നെ നടക്കാമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോള് അലീനെ പിടിച്ച് സന്തോഷത്തോടെ പോകുന്നുണ്ടേ. ഇതേ സമയം മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ വിളിയോട് വിളിയിട്ടാ. അപ്പോൾ വൈജയന്തി വന്ന് ദേഷ്യത്തോട് വിളിക്കുക, എന്തിനാണ് ഇങ്ങനെ അലറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് നേരം ഇങ്ങനെ വിളിക്കുമ്പോൾ ഓടി വരാൻ ഇവിടെ ആൾ വേണ്ടെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ആഹാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങൾക്ക് പിന്നെ ആര് വേണം എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഞാൻ നിന്നെ വിളിച്ചത് വേറൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അതെ, ആ പെൺകുട്ടി ഉണ്ടല്ലോ എറണാകുളത്തെ രേവതിക്കുട്ടി, അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാത്തിനാ എന്ന് ചോദിക്കട്ടോ. അതെ അലീനനെ ചോദിക്കാൻ വിളിച്ചതാന്ന് പറയും. അലീന ചോദിക്കാനോ? ആഹാ, അപ്പോൾ അവൾ അവിടേക്ക് ചെന്നിട്ടില്ലേ എന്ന് ചോദിക്കും. ഇല്ല, അവൾ അവിടേക്ക് ചെന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ ബാലേന്ദ്രൻ അവളെ പിക്ക് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലേന്ദ്രൻ അവളെ കാറി കയറ്റി കൊണ്ടുപോയിട്ടുണ്ടാവുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ രാജീവിനെ ഫോൺ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് രാജീവേട്ടാ എന്ന് പറഞ്ഞിട്ടോ. എന്താ? അതെ, ഈ അലീന എറണാകുളത്തോട് ചെന്നിട്ടില്ല. അതെ, അവിടെ നിൽക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ. ഏത് പെൺകുട്ടി? അവർ അവിടെ തേടി നടന്നിരുന്ന 2 പെൺകുട്ടികൾ, അതിലൊരാളുണ്ട് രേവതിക്കുട്ടി. അവൾ എറണാകുളത്ത് ഒരാളെ വീട്ടിൽ നിൽക്കുകയാണ്. അവിടേക്കാണ് അവൾ പോകുന്നത് പറഞ്ഞിരുന്നത്. അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അലീനെ ചോദിച്ചിട്ടെന്ന് പറയാൻ കേട്ടോ. വിളിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പോൾ അവൾ എങ്ങോട്ട് പോയിട്ടുണ്ടാവും രാജീവേട്ടാ? ബാലേന്ദ്രൻ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുമെന്ന് ചോദിക്കുകയാണ്. അതിനൊന്നും സാധ്യതയില്ല. ചിലപ്പോൾ അവൾ പറ്റിക്കാൻ വേണ്ടിയിട്ട് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങാനും വിളിച്ച് ചോദിപ്പിച്ചതാവും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്നാലും എനിക്ക് പേടിയാവണം. നീ ഇങ്ങനെ പേടിക്കാതിരിക്കുക വൈജയന്തി. പിന്നെ നമ്മൾ എന്തൊരു ആക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു റിയാക്ഷൻ ഉണ്ടാവുമെന്ന് നീയും കൂടെ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു തിരിച്ചടി നമുക്ക് കിട്ടും. അതുകൊണ്ട് നീ വെറുതെ ടെൻഷൻ അടിക്കാതെ അവിടെ എങ്ങാനും കുത്തിയിരിക്കാൻ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് മനുവിനെയാണ് കേട്ടോ. മനു വരുമ്പോൾ തന്നെ 2 കവറുണ്ട് കേട്ടോ കയ്യിൽ. കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ കവർ വേണോ ഈ കവർ വേണോ എന്ന് ചോദിക്കട്ടോ. എനിക്ക് ഷെയ്ക്കൻ്റാണ് വേണ്ടതെന്ന് പറയും കേട്ടോ. അങ്ങനെ 2 കയ്യിൽ കവർ എടുത്തിട്ട് ഒരു കയ്യിലേക്ക് ആക്കിയിട്ട് ഷെയ്ക്കൻ്റ് കൊടുക്കാൻ കേട്ടോ. ആഹാ, നല്ല സന്തോഷത്തിലാണല്ലോ. നല്ല സന്തോഷത്തില്ല, ഇവിടെ അടിച്ച് പൊളിക്കാൻ ഞങ്ങളെന്ന് പറയും കേട്ടോ. ആണോ? അപ്പോൾ ഇന്നലെ അവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞില്ലേ മനുവേട്ടൻ? ഞാൻ അറിഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ എങ്ങനെയുണ്ട് നീ നോക്കിയാൽ കേട്ടോ. ഇന്നലെ നീ അലീനെ പുറത്താക്കാനായിട്ട് അവരെ കൂടി ഉണ്ടായിരുന്നല്ലോ. ഇന്നിപ്പോൾ നീ വലിയ സന്തോഷത്തിലാണല്ലോ എന്നൊക്കെ പറയാം. ഇന്നിപ്പോൾ അങ്ങനെ സന്തോഷത്തിലാണ്. ഇന്നലെ വരെ എനിക്കതൊരു തെറ്റായിട്ടല്ല തോന്നിയത്, പക്ഷേ ഇപ്പോൾ അവർ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയട്ടോ. അതെന്താ അങ്ങനെ? അച്ഛൻ ചെയ്യുന്നതാണ് ശരി, അമ്മ ചെയ്യുന്നതാണ് തെറ്റ് എന്നൊക്കെ പറയും കേട്ടോ. അതെന്താ നീ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണമുണ്ട് എന്ന് പറയും. അപ്പോൾ അലീനയുടെ കാര്യങ്ങളൊന്നും ഉറപ്പിച്ച് പറഞ്ഞില്ലെങ്കിലും അതിൽ നിന്നും എന്തോ ഒരു രഹസ്യം ഉണ്ടെന്ന് മനുവിന് മനസ്സിലാവാണ് കേട്ടോ. അപ്പം മനു ചോദിക്കുകയാണ്, അച്ഛൻ അലീനെ കൂട്ടിക്കൊണ്ട് വന്നത് ശരിയാണെന്നാണോ നീ പറയുന്നത്? അതെ, അച്ഛൻ ചെയ്തത് ശരി തന്നെയാണെന്ന് പറയും. അപ്പോഴേക്കും അലീന വരികയാണ്. ആഹാ, മനുവേട്ടൻ വന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നീ ഇന്നലത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് കരഞ്ഞ് തളർന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇപ്പം അങ്ങനെ ഒന്നും തോന്നുന്നില്ലല്ലോ എന്ന് പറയും. ഇന്നലത്തെ സംഭവങ്ങൾ കഴിഞ്ഞില്ലേ? സാറ് പറഞ്ഞു എന്നോട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കേണ്ടെന്ന്. സാറല്ലേ ഇപ്പം എൻ്റെ ഗാർഡിയൻ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആ കവർ അങ്ങ് കൊടുക്കാണ്ടതാ, നിനക്ക് ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ചെരുപ്പ് കൊടുക്കാണ്ട് താങ്ക് യു മനുവേട്ടാന്ന് പറയട്ടോ. നിനക്ക് എന്തിനാ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മനു പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ അലീനന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയും, ഞാൻ വിചാരിച്ചു എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോൾ മനുവേട്ടൻ വരുന്നു, പക്ഷെ മനുവേട്ടൻ വന്നില്ല. അത് ഞാൻ ഇന്നലെ ഒരു അവസാന കൈന്നുള്ള രീതിയിൽ വന്നതല്ലേ നിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ. പക്ഷേ ആരും ഒന്നിനും തയ്യാറായിരുന്നില്ലല്ലോ എന്ന് പറയും. പക്ഷെ ഞാൻ വിചാരിച്ചത് മനുവേട്ടൻ എന്നെ വിട്ട് കളഞ്ഞെന്നാ എന്ന് പറയുമ്പോൾ മനുവിന് ഭയങ്കര വിഷമാവും കേട്ടോ. അലീന, ഞാൻ അങ്ങനെ ഒന്നുമല്ല, ഞാൻ നിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റും അങ്ങോട്ട് വന്നത്. പക്ഷെ ആരൊന്നും അതിന് തയ്യാറാവാത്തതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോയത്. പക്ഷെ ഇങ്ങനെ ഒരു ചതി അവർ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സാറില്ല, കഴിഞ്ഞു പോയത് കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ മനു പോവുകയാണ് കേട്ടോ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക്. ബാലേന്ദ്രനായിട്ട് വർത്താനം പറയുമ്പോഴേക്കും കൃഷ്ണമോൾ വന്നിട്ട് പിടിച്ച് വലിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ. അങ്ങനെ അലീനനെയും കൂടി പിടിക്കുന്നുണ്ട്. 2 പേരും കൂടി പിടിച്ചിട്ട് നമുക്ക് അവിടേക്കൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കാൻ കേട്ടോ. അച്ഛനെ വിളിക്കുന്നുണ്ട്. അച്ഛനും വായോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ മനു അലീനയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണമോളും കൂടിയിട്ട് ഓടുകയാണ് കേട്ടോ അങ്ങോട്ട് ദൂരേക്ക്. അപ്പോൾ ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാഴ്ച കണ്ടിങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ രാത്രിയാണ് കേട്ടോ മനു തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഹരി നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹരി ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ മനു ഇങ്ങനെ തൊഴുകുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ മനു ഇങ്ങനെ കയറുമ്പോൾ ഇതുവരെ എവിടെയായിരുന്നു മനുവേട്ടൻ എന്ന് പറയാം കേട്ടോ. എന്താ ഞാനിവിടെ ഇല്ലാണ്ട് വല്ല കുഴപ്പങ്ങളുണ്ടായിരുന്നോ? അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വേഗം അകത്തേക്കോ. അപ്പോൾ രാജീവേട്ടൻ എല്ലാം കൊച്ചച്ചൻ വരികയാണ് കേട്ടോ. അപ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ എവിടെയായിരുന്നു ഇത്ര നേരം? നിന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. ഫോൺ സൈലൻറ്റിലായിരുന്നു. എന്നാലും ഒരു മിസ് കോൾ കാണുമ്പോൾ തിരിച്ചെടുത്തൂടേടാ, തിരിച്ചൊന്ന് വിളിച്ചൂടെ എന്ന് ചോദിക്കും കേട്ടോ. അതിനിപ്പോൾ ഞാൻ വന്നില്ലേ എന്ന് ചോദിക്കും.
അപ്പം നീ എവിടെയാണ് ഇത്രയും നേരം എന്ന് പറയാണ്. അപ്പം എന്താ എന്ന് ചോദിക്കും. അപ്പോൾ പറയുന്നുണ്ട് അല്ല ബാലേന്ദ്രൻ്റെ എന്തെങ്കിലും വിവരം അറിഞ്ഞോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് പറയും. അങ്കിള് ഒരു റിസോർട്ടിലുണ്ടെന്ന് പറയും. റിസോർട്ടിലോ? ഏത് റിസോർട്ടാണെന്ന് എന്തിനാ അറിയുന്നത്? റിസോർട്ടിലുണ്ടെന്ന് മനസ്സിലായില്ലേ? അവരവിടെ ഹാപ്പി ആയിട്ടിരിക്കുക, അങ്കിളും അലീനയും കൃഷ്ണമോള്. അലീനയോ? ആ അലീനയുണ്ട്. ഓഹോ, അപ്പം അയാൾ അവളെയും കൂട്ടിയിട്ടാണല്ലേ പോയത് എന്ന് ചോദിക്കാനിട്ട്. പിന്നല്ലാതെ അവർ 3 പേരും അവിടെ അടിച്ചു പൊളിക്കുക. അപ്പോൾ കമല പറയും നന്നായി, ഒരു വേലക്കാരനെയും കൂട്ടിയിട്ടാണല്ലോ പോയിരിക്കുന്നതെന്ന് പറയട്ടോ. അപ്പോൾ രാജീവൻ പറഞ്ഞ് ഏത് റിസോർട്ടിലാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഏത് റിസോർട്ടിലാണെന്ന് അങ്കിൾ എന്തിനാ അറിയുന്നത്? അതിന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയട്ടോ. എന്ത് ചെയ്യാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയും. അങ്കിൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിൽക്കണ്ട, അങ്കിളിന് സിംഗപ്പൂർക്ക് തിരിച്ചു പോകണ്ടേന്ന് ചോദിക്കും. അയാൾ അങ്ങനെ എത്ര നാൾ ഒരു റിസോർട്ടിൽ താമസിക്കും? എത്ര നാൾ വേണമെങ്കിലും താമസിക്കും, ചിലപ്പോൾ 1 വർഷം താമസിച്ചിരിക്കും. അത്രയും നാൾ അങ്കിൾ ജോലിയും കളഞ്ഞ് ഇവിടെ നിൽക്കുമോ ചോദിക്കാം കേട്ടോ. അപ്പോൾ രാജീവനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ കമല പറയും നല്ല ആള് വേലക്കാരിനെയും കൊണ്ട് റിസോർട്ടിൽ താമസിക്കുന്നു, നാണില്ലേ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ മനു പറയും അവർ 2 പേരും മാത്രമല്ലല്ലോ, കൃഷ്ണമോളും ഉണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ കമല പറയും കൃഷ്ണ എന്തുട്ടാ കുഞ്ഞി, അവളോടൊരു ചക്രവർത്താന്ന് പറഞ്ഞാൽ അവൾ അതിലും വീഴും. അപ്പോൾ മനുവിന് ദേഷ്യം വരണ്ട. അപ്പം മനു അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയാണ് അതെ അമ്മ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉദ്ദേശിച്ചുണ്ടാക്കണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ എന്താടാ തെറ്റ്? വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ട വേലക്കാരനെ കൊണ്ട് വേറൊരു റിസോർട്ടിൽ ചെന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ അർത്ഥം കണ്ടെത്തുന്നതിൽ എന്താടാ കുഴപ്പം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതിൽ ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണെന്ന് പറയുമ്പോൾ മനു ദേഷ്യത്തോടു കൂടി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.